ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനു ഹിയർ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവായി പോകുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ പണം കുറഞ്ഞു വരികയാണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ, ആ ഒരു ഫിയർ. അതായത് നമ്മളെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം ചിലവാക്കുകയാണ്. അപ്പോൾ ആ പണമൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലേ? അത്തരത്തിലുള്ള ഒരു ഫിയർ എല്ലാവരുടെയും മനസ്സിൽ കാണും. ഈ ഫിയർ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനെയാണ് കേട്ടോ ബാധിക്കുന്നത്. സോ എന്തുകൊണ്ടെന്നാണ് വെച്ചാൽ നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ ഈ ഒരു ഫിയർ, നിങ്ങൾ പണമില്ല, ഉണ്ടാവില്ല എന്നുള്ള ഈ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനെ വളരെയധികം ബാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ ഡീസൽ അടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും കാര്യത്തിനായി നിങ്ങൾ പൈസ ചിലവാക്കണം. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 200 രൂപയാണ് ചിലവാകുന്നതെങ്കിൽ നിങ്ങൾ അത് വളരെ സന്തോഷത്തോടെ ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കുക. പക്ഷെ അതേസമയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 200-ന് പകരം നിങ്ങൾ ഒരു 0 കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് പറയുക, എൻ്റെ അക്കൗണ്ടിൽ 2000 രൂപ വന്നതിൽ ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുന്നു, എനിക്ക് 2000 രൂപ കിട്ടി. ഓക്കെ, സോ നിങ്ങൾ ചിലവാക്കുന്നത് എത്രയാണ്? 200 രൂപയാണ് നിങ്ങൾ ചിലവാക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്തിട്ട് നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് ഞാൻ ഹാപ്പിയാണ് ബിക്കോസ് എനിക്ക് 2000 രൂപ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് എടുക്കുക. ഓക്കെ, സോ ഓരോ തവണയും നിങ്ങൾ പൈസ ചിലവാക്കുമ്പോൾ, അതായത് നിങ്ങൾ എത്രയാണോ പൈസ ചിലവാക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 0 കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് വന്നു എന്ന് സങ്കല്പിക്കുക. ഓക്കെ, സോ എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എത്രയാണോ പൈസ ചിലവാക്കുന്നത് അതിൻ്റെ ഒക്കെ ഒരു ടോട്ടൽ കാണുക. ഓക്കെ, ടോട്ടൽ കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു ദിവസം നിങ്ങളൊരു 700 റുപ്പീസ് നിങ്ങൾ ചിലവാക്കി എന്ന് കരുതുക. അപ്പം അതിൻ്റെ കൂടെ ഒരു 0 കൂടി ആഡ് ചെയ്തുകൊണ്ട് 7000 രൂപ എനിക്ക് ഇന്ന് കിട്ടി എന്ന് നിങ്ങളുടെ മനസ്സിനെ ഉറച്ച് വിശ്വസിപ്പിക്കുക. ഓക്കെ, ഇതൊരു ഡെയിലി പ്രാക്ടീസ് ആക്കുക. ഡെയിലി പ്രാക്ടീസ് മാത്രമല്ല, നിങ്ങളുടെ ഉറച്ച വിശ്വാസം കൂടി ഇതിലുണ്ടായിരിക്കണം കേട്ടോ. വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും നെഗറ്റീവ് തോട്ടിലേക്ക് പോകുന്നത് ശരിയല്ല. സോ ഉറച്ച വിശ്വാസത്തോടു കൂടി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതേസമയം ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ പറഞ്ഞൊരു കാര്യം ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ബൈ ഫോർ